നമസ്കാരം. തെലങ്കാനയിലെ ദുരഭിമാന കൊലയിൽ അന്വേഷണം തുടരുന്നു. സൂര്യപേട്ടിലാണ് ദളിത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 32-കാരനായ കൃഷ്ണ എന്ന യുവാവാണ് മരിച്ചത്. മുസി നദിയിലെ കനാലിന്റെ തീരത്തായിരുന്നു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ദുരഭിമാന കൊലയാണെന്ന യുവാവിന്റെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാര്യാപിതാവടക്കം 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ജാതി മാറി വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഭാര്യ വീട്ടുകാർ ചേർന്ന് യുവാവിനെ കൊലപ്പെടുത്തിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കൃഷ്ണയുടെ ഭാര്യ കോട്ട്ല ഭാർഗവിയുടെ പിതാവ് കോട്ട്ല സെയ്ദുലു, സഹോദരങ്ങളായ കോട്ട്ല നവീൻ, കോട്ട്ല വംശി, സുഹൃത്ത് ബൈരു മഹേഷ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. 6 മാസം മുമ്പായിരുന്നു കൃഷ്ണയുടെ വിവാഹം. ജാതി മാറി വിവാഹം കഴിച്ചതിനാൽ ബന്ധുക്കളിൽ നിന്നും എതിർപ്പും ഭീഷണിയും ഉണ്ടായിരുന്നതായി കൃഷ്ണയുടെ പിതാവ് ഡേവിസും ഭാര്യ ഭാർഗവിയും ആരോപിച്ചു. സൂര്യപേട്ട് ജില്ലയിലെ പില്ലലിമാരിക്കടുത്ത് മൂസി നദിക്കരയിലാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഞായറാഴ്ച രാത്രിയിലാണ് യുവാവ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഇരുചക്ര വാഹനത്തിന് സമീപത്ത് കിടക്കുന്ന നിലയിലായിരുന്നു കൃഷ്ണയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇയാളുടെ മുഖം പാറക്കല്ലുകൾ ഉപയോഗിച്ച് അടിച്ചു തകർത്ത നിലയിലായിരുന്നു. വിവാഹം ചെയ്ത യുവതി OBC വിഭാഗത്തിൽ നിന്നുള്ള യുവതിയായിരുന്നു. വിവാഹത്തിന് വലിയ എതിർപ്പായിരുന്നു യുവതിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. കൃഷ്ണയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സൂര്യപേട്ടിലെ സർക്കാർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൃഷ്ണയും നവീനും സുഹൃത്തുക്കളായിരുന്നുവെന്നും നവീന്റെ സഹോദരി ഭാർഗവിയുമായി കൃഷ്ണ പ്രണയത്തിലായിരുന്നുവെന്നും സൂര്യപേട്ട് റൂറൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ N. ബാലു നായികിനെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. നവീന്റെ വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചായിരുന്നു ഭാർഗവിയുമായിട്ടുള്ള കൃഷ്ണയുടെ വിവാഹം. കൃഷ്ണയ്ക്കെതിരെ സൂര്യപേട്ട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസുകളും നവീനെതിരെ സമാനമായ 4 കേസുകളുമുണ്ട്. കൊലപാതകത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്നും കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്നും ഇൻസ്പെക്ടർ പറഞ്ഞു.